മലബാർ തൊട്ട് ട്രിവാൻഡ്രം വരെ ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ യാതൊരുവിധ അംഗീകാരവും ഇല്ലാതെ ട്യൂഷൻ സെൻറ്ററിൻ്റെ പോലും നിലവാരമില്ലാത്ത ഫർണിച്ചർ കടയുടെ മുകളിൽ വെച്ച് നടത്തുന്ന പാരാമെഡിക്കൽ കോളേജുകളുണ്ട് കേരളത്തിൽ യാതൊരുവിധ അംഗീകാരവും ഇല്ലാതെ അന്യസംസ്ഥാനത്തെ കോഴ്സുകൾ ഇവിടെ നടത്തും. +2 തോക്കുന്ന കുട്ടികളെ 10ാം ക്ലാസ്സിൻ്റെ എലിജിബിലിറ്റി വെച്ചിട്ട് BSS എന്ന് പറയും, ഭാരത് സേവാ സമാജിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സുണ്ട്. അതെന്ന് വെച്ചാൽ 6 മാസത്തെ മെഡിക്കൽ ലാബ് എന്നൊക്കെ പറയുന്ന കോഴ്സുകളാണ്. ഈ കോഴ്സ് നടത്താനുള്ള വ്യാജേന സ്ഥാപനങ്ങൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യും. BSSൻ്റെ സ്റ്റഡി സെൻറ്റർ എന്ന് പറഞ്ഞ രീതിയിൽ സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്യും. അതിൻ്റെ മറവിൽ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ കബളിപ്പിക്കൽ നടത്തുന്നത് പാരാമെഡിക്കൽ കോഴ്സസിലാണ്. മലബാർ റീജിയൻ എന്ന് മാത്രം പറയാൻ പറ്റത്തില്ല, എല്ലായിടത്തും ഉണ്ട്. നമ്മൾ ഈ സംസാരിക്കുന്ന കൊച്ചിയിൽ തന്നെ നിങ്ങളിന്ന് വൈകുന്നേരം ഒന്ന് നോക്കി എത്ര പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ബോർഡ് കാണാമെന്നറിയാമോ? ഇതിനെ കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുമായിട്ട് അഫിലിയേറ്റ് ചെയ്ത കോഴ്സുകളാണ് ഇവിടെ നടത്തുന്നത്? ഒരിക്കലുമല്ല. എന്തുകൊണ്ട് നമ്മുടെ നിയമ സംവിധാനങ്ങൾ ഇത് കാണുന്നില്ല? ഈ പഠിക്കുന്ന കുട്ടികളാണ് നാളെ നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ജോലിക്ക് വരാൻ പോകുന്നത്. ഇവർക്ക് എന്ത് എക്സ്പോഷർ കിട്ടിയിട്ടുണ്ട്? നാളെയല്ല, ഇപ്പോൾ ഉണ്ട്. നിങ്ങൾ ഈ എറണാകുളത്തെ ഹോസ്പിറ്റലുകൾ, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ, നമ്മൾ ഹൈ എമൗണ്ട് പേ ചെയ്ത് ട്രീറ്റ്മെൻറ്റിന് പോകുന്ന ഹോസ്പിറ്റലുകളിൽ അന്യ സംസ്ഥാനത്തെ കോളേജുകളുടെ യൂണിഫോം ഇട്ടുകൊണ്ട് പ്രാക്ടീസിന് നിൽക്കുന്ന കുട്ടികളുണ്ട്. ശരിക്കും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിക്ക് അങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ല. അതർ സ്റ്റേറ്റിൽ പോയിട്ട് ക്ലിനിക്കൽ പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ ഇല്ല. ഉൾപ്പെടെ ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ അസിസ്റ്റൻസ് ഉൾപ്പെടെ ഡോക്ടേഴ്സിൻ്റെ ബാക്കി കൺസൾട്ടിങ് അസിസ്റ്റൻസ് ഉൾപ്പെടെ ഇത്തരം കോഴ്സുകൾക്ക് വേണ്ടുന്ന കുട്ടികളുടെ കാര്യമാണ് താങ്കൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കറക്റ്റ്. അതിൻ്റെ വേറൊരു അപകടം എന്താണെന്നറിയാം? പൊതുവേ ഇത്തരം കോഴ്സുകൾക്ക് +2 സയൻസ് നിർബന്ധമായിരിക്കണം എന്നൊരു കണ്ടീഷനുണ്ട്. അതിനൊരു വളഞ്ഞ വഴി ഇവിടെ സംഭവിക്കുന്നുണ്ട്. അതായത് +2 ഫെയിലാകുന്ന കുട്ടികൾ, SSLC എപ്പോഴും അറിയാമല്ലോ, എപ്പോഴും 99 പോയിന്റാ. കുറച്ച് നാളായിട്ട് നമ്മളൊന്നും പഠിച്ച പോലെ അല്ല, ഇപ്പം എല്ലാം 99 പോയിന്റാ പാസ് പെർസെൻറ്റേജ്. +2ലേക്ക് വരുമ്പോൾ കുറച്ചൊക്കെ ജെന്യുവിനായിട്ടാണ് പാസ് പെർസെൻറ്റേജ് വരാറ്. ഈ +2 തോക്കുന്ന കുട്ടികളെ 10ാം ക്ലാസ്സിൻ്റെ എലിജിബിലിറ്റി വെച്ചിട്ട് BSS എന്ന് പറയും, ഭാരത് സേവാ സമാജിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സുണ്ട്. അതെന്ന് വെച്ചാൽ 6 മാസത്തെ മെഡിക്കൽ ലാബ് എന്നൊക്കെ പറയുന്ന കോഴ്സുകളാണ്. ഈ കോഴ്സ് നടത്താനുള്ള വ്യാജേന സ്ഥാപനങ്ങൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യും. BSSൻ്റെ സ്റ്റഡി സെൻറ്റർ എന്ന് പറഞ്ഞ രീതിയിൽ സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്യും. അതിൻ്റെ മറവിൽ ഇവിടെ വെച്ച് കൊടുക്കുന്നത് ഡിഗ്രി പ്രോഗ്രാംസാണ്. ഈ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി പ്രോഗ്രാം